ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂമൊക്കെ വാഷ് ബേസ് ആണെങ്കിലും അതുപോലെ തന്നെ ക്ലോസറ്റൊക്കെ ബ്രഷൊന്നും വെച്ച് ഉപയോഗിച്ച് ഉരച്ച് കളയാതെ തന്നെ നന്നായിട്ട് ജസ്റ്റ് നമ്മളൊരു ക്ലോറോക്സ് മാത്രം ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ക്ലോറോക്സ് ആണ്. ഇത് നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന റേറ്റാണ്. അത് വെച്ചിട്ട് നമുക്ക് ബ്രഷൊന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു മഗ് എടുക്കുക. ആ മഗ്ഗിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ക്ലോറോക്സും കൂടെ ഒഴിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ വാഷ് ബേസിലാണെങ്കിലും മറ്റ് സിങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെ ക്ലോസറ്റിലൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ ഇത് ഒഴിച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് കിട്ടും. അവിടെ ഇവിടെയുള്ള കച്ചറകളൊക്കെ നല്ല രീതിയിൽ തന്നെ പോയി കിട്ടും. ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ എ സി ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് കറണ്ട് ബില്ലൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾക്ക് ആകെ എന്താ പറയുക ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമായിരിക്കും. കാരണം ഇത്രയും വലിയ കറണ്ട് ബില്ലൊക്കെ വരുമ്പോൾ അപ്പോൾ നമുക്ക് ആ ഒരു കറണ്ട് ബില്ലൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വേണ്ടത് നിങ്ങൾ എ സി ഇടുന്ന സമയത്ത് 24-26 ഈ ഒരു രീതിയിൽ ഇട്ട് വെക്കുക. അതായത് നോർമലി നമ്മൾ 17-18 ആക്കുന്ന സമയത്ത് ഒരുപാട് കറണ്ട് ചാർജ് കൂടും. അപ്പോൾ നമ്മളെപ്പോഴും 24-26 ആ ഒരു രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. ആ സെറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എ സി ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഫാനും കൂടെ യൂസ് ചെയ്യുക. കാരണം ഫാനും കൂടി ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ റൂമൊക്കെ നല്ല രീതിയിൽ തണുപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ മെയിനായിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, രാവിലെയൊക്കെ നമ്മൾ റൂമിലുള്ള ജനലൊക്കെ നന്നായിട്ട് തന്നെ തുറന്നിടുക. കാരണം അതിലുള്ള ആ ഒരു ആവിയും ഇതൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ റൂമിലുള്ള ജനലൊക്കെ തുറന്നിടുക. എന്നിട്ട് വൈകിട്ട് അടക്കുക. അതുപോലെ തന്നെ എ സി ഇടുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും 24-26 ആ ഒരു രീതിയിൽ തന്നെ ഇട്ട് ഫാനും കൂടെ ഇട്ട് വെക്കുമ്പോൾ നമുക്ക് കറണ്ട് ബില്ലൊക്കെ കുറഞ്ഞ നിരക്കിലേ വരുള്ളൂ. അതുപോലെ തന്നെ പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വാതിലിൻ്റെ അടിയിൽ ഇതുപോലത്തെ ചെറിയ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അത് മിക്ക വീടുകളിലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവിടെ എന്തെങ്കിലും വെച്ച് കവർ ചെയ്യുക. അതായത് ഒരു ഡോർ സ്റ്റോപ്പറോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുക. അത് എ സി ഇടുന്ന സമയത്ത് മാത്രമാണ്, എല്ലായ്പ്പോഴും അല്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു എ സിൻ്റെ തണുപ്പ് പുറത്ത് പോവുകയും ചെയ്യില്ല. അത്യാവശ്യം നല്ല രീതിയിൽ കൂളായിട്ട് നമ്മുടെ റൂമിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക.